ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ മാസം കണ്ടതുപോലെ തന്നെ, കഴിഞ്ഞ വീക്ക് കണ്ടതുപോലെ തന്നെയാണ്. അവർ ഇൻസൈഡ് ക്യാൻഡിലാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് വീക്കിലേക്ക് വരാം. ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ, കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ ട്രേഡ് ചെയ്യാൻ ഇച്ചിരി കൂടി എളുപ്പമായിരുന്നു അല്ലേ. കുറച്ചും കൂടി വ്യത്യാസം വരും, ടഫല്ല അതിൽ വരുന്ന വ്യത്യാസം വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമുക്ക് കണ്ടിരുന്നു. നമുക്ക് നോക്കാം, വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിലേക്ക് പ്രൈസ് മൂവ് ചെയ്തു അല്ലേ. അതേപോലെ തന്നെ പ്രൈസ് തിരിച്ചു വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ആ റേഞ്ചിൽ ഉണ്ടാക്കിയ ഹൈ പ്രൈസ് എടുത്തു നോക്കിയേ. ഇവിടെ ഇൻസൈഡ് ക്യാൻഡിലാണ് വീക്കിൻ്റെ പ്രീവിയസ് തന്നെ. അതിന് മുമ്പത്തെ ഇൻഡിപെൻഡൻറ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ എടുത്തതിന് ശേഷം നല്ല എൻട്രി ആയിരുന്നു. പല ആൾക്കാരും എടുത്തിട്ട് എനിക്ക് അഴിച്ചൊക്കെ തന്നായിരുന്നു. നല്ല എൻട്രിയാണ്, നല്ലൊരു പൊസിഷൻ തന്നെയാണ്. നമ്മൾ വിചാരിച്ചതിലും മൂവ്മെൻറ്റ്സാണ് അവിടെ നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിൽ എന്താണ് സംഭവിച്ചത്? ഡേയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മൺഡേ പ്രൈസ് ഓപ്പൺ ചെയ്തു അല്ലേ. മൺഡേ പ്രൈസ് ഓപ്പൺ ചെയ്തു. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ബുള്ളിഷായിരുന്നു, നല്ല ബുള്ളിഷായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി വെനസ്ഡേക്ക് ഞാനൊരു ബൈയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഓൾറെഡി ആ സമയത്ത് തന്നെ എടുത്തിട്ട് എനിക്ക് അഴിച്ചു തന്ന കുറേ പേരുണ്ട്. നല്ല പൊസിഷൻസൊക്കെ കിട്ടി, നല്ല പ്രോഫിറ്റൊക്കെ കിട്ടിയ ആളുകൾ ഒരുപാട്, നല്ല പൊസിഷൻസൊക്കെ കിട്ടി. അപ്പോൾ പ്രൈസ് ഓൾറെഡി ബുള്ളിഷാണ്. നിങ്ങൾക്ക് ബൈയിലേക്ക് വരുന്ന പല സെറ്റപ്പുകളും നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ കണ്ടോ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആണ്. ആ വീക്കിൻ്റെ ഹൈ എടുത്തു, അല്ലെങ്കിൽ ആ പ്രൈസ് ഒരു റേഞ്ച് ഉണ്ടാക്കിയപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഒരു ഹൈ ഉണ്ട്, ആ ഹൈ എടുത്തിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തത്. അപ്പോൾ വീക്കിൻ്റെ സെറ്റപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാമായിരുന്നു. സെല്ലിലേക്ക് കിട്ടുന്ന ഹൈ പ്രയോറിറ്റി പൊസിഷൻസ് ആണ്. ഇപ്പോൾ ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 50 മിനിറ്റ് അങ്ങനെയുള്ള സെക്ഷൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ഒരു ഹൈ പ്രയോറിറ്റി ആണ്. ഇപ്പോൾ ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി എടുത്തെടുത്ത് പ്രൈസ് മൂവ് ചെയ്യണം, റിയാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രൈസ് തിരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീക്കിൻ്റെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സെല്ല് നോക്കാമായിരുന്നതാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേര് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ നിന്ന് മൺഡേ കഴിഞ്ഞു, മൺഡേ ഇങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി അതേപോലെ തന്നെ തിരിച്ചു നോക്കും. 4 അവറിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വേറെ സംഭവമൊന്നുമില്ല. 4 അവറിൽ ഈ പ്രൈസ് ഈ ഉണ്ടാക്കിയ സ്ട്രക്ചർ കണ്ടു. ഈ ഉണ്ടാക്കിയ സ്ട്രക്ചറിൽ ഒരു പ്രീവിയസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ലോ ഉണ്ട്, ഒരു സ്ട്രക്ചർ ലോ എന്നൊക്കെ പറയണമെങ്കിൽ ഒരു സെക്കൻഡ് ലോ ഇതൊക്കെയാണ്. പക്ഷേ പ്രൈസ് ഇവിടെ ബ്രേക്ക് ആണൊക്കെ നടത്തിയെങ്കിൽ ഇവിടെ സ്ട്രോങ് ആയിട്ടാണ് പ്രൈസ് വീണ ആ ഒരു ഹൈ, വീക്കിൻ്റെ ഹൈ. പക്ഷേ ഇത് ഈ ഒരു ഹൈ എടുത്തിരിക്കുന്നത് ഈ ലോ എടുക്കാനത്തോളം സ്ട്രോങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന സ്ട്രക്ചർ വെച്ച് നോക്കണമെങ്കിൽ അത് സ്ട്രോങ് അല്ല. പക്ഷേ ഈ സമയത്ത്, അതായത് നമ്മുടെ ഡിസംബർ മാസത്തിൽ ചിലപ്പോൾ ഇത് മതിയാവും ഈ ലോ വരെ എടുത്ത് പോകാനായിട്ട്. നമുക്ക് പറയാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ചിലപ്പോൾ ഈ ഒരു ഹൈ അത്ര സ്ട്രോങ് അല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും ഇത് വന്ന് എടുത്തു പോകാനും ഈ ഒരു പൊസിഷനിലേക്ക് വരാനും സാധ്യത വളരെ കൂടുതലാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഡിസംബർ മന്തിൻ്റെ പ്രത്യേകത. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന പൊസിഷൻസൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക തന്നെ ചെയ്യുക. ഇന്ത്യണലൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു 1 അവറിൻ്റെ ഞാൻ ഈ ഒരു എൻട്രി എടുക്കാനായിട്ട് പറഞ്ഞ വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് നാളായിട്ട് നോക്കുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും ഇൻറ്റേർണൽ സ്ട്രക്ചർ ആണെങ്കിലും എക്സ്റ്റേണൽ സ്ട്രക്ചർ ആണെങ്കിലും നമ്മൾ ഐഡിയം എടുത്തു. ഐഡിയം എടുത്ത ക്യാൻഡിലിന് ശേഷമാണ് നമ്മൾ ഡിസിഷൻ ഓബി വരക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഐഡിയം എടുത്ത ക്യാൻഡിൽ നമ്മൾ ഐഡിയത്തിന് മുമ്പ് തന്നെ, ഈ ഒരു ഐഡിയം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ ഡിസിഷൻ ഓബി വരക്കില്ല. അപ്പോൾ ഈ ഒരു ഓബിയിലേക്ക് പ്രൈസ് വരുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു ഓബി കൺസിഡർ ചെയ്യല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഐഡിയം ഓൾറെഡി നല്ല രീതിയിൽ ബോഡി ബ്രേക്ക് നടന്നിട്ടുണ്ടാകും. പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം ഐഡിയം എടുത്ത് വിക്ക് ബ്രേക്ക് നടത്തിയത് ഓക്കെ, ഐഡിയം എടുത്ത് ഇവിടെ വന്ന് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഓബി ഉണ്ടാവും. ഐഡിയം എടുത്ത ക്യാൻഡിൽ തന്നെയാണ് അത് ഓബി ആണെങ്കിൽ നമ്മൾ ഡിസിഷനായിട്ട് കൂട്ടുണ്ടാവും. ജസ്റ്റ് ഒരു POE ആണത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴായിട്ട് ട്രേഡ് എടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്, ഞാൻ നോക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞതാണ്, ബൈയിലേക്ക് കിട്ടുന്ന സാധ്യതകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിലൊരു പൊസിഷൻ കണ്ടതാണ്. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓൾറെഡി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു, മെഡിസിൻ വാങ്ങാൻ നിൽക്കുന്ന ടൈമിലാണ് ഇതൊക്കെ കണ്ടത്. കുറച്ച് പേരൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു. കുറച്ചൊരു ബൈയൊക്കെ എടുത്തോ, ഓൺ ദ സ്പോട്ടിൽ തന്നെ കുറേ പേര് ടാങ്ക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് ഞാൻ പറയാത്തത് കൊണ്ടാണ് നമുക്ക് അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൺഫ്യൂഷനായിപ്പോൾ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു ഐഡിയം എടുത്ത് നമ്മൾ അതിന് ശേഷം, ഇപ്പോൾ നിങ്ങളിങ്ങനെ ഐഡിയം എടുത്ത് പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസിഷൻ ഓബി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ ഓബിയിൽ നമുക്ക് ട്രേഡ് എടുക്കാം കേട്ടോ, ഒരു പ്രോബ്ലം ഇല്ല. അല്ല, നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പിലും പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്യാറുണ്ട്. ഡബിൾ റിയാക്ഷൻ എന്നുള്ള പോലെ തന്നെ പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഈ ഒരു എൻട്രി മിസ് ചെയ്തു, ഇവിടെ ഒരു ബോഡി ബ്രേക്ക് നടന്ന്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, നല്ലൊരു എൻട്രിയാണ് കേട്ടോ. ഇവിടുന്ന് പ്രൈസ് മൂവ് ചെയ്തു ഏകദേശം 75-76 എന്ന പ്രൈസ് മൂവ് ചെയ്തു. അവിടെ വരെ പ്രൈസ് വന്നേ നല്ലൊരു മൂവ്മെൻറ്റ്സ് തന്നെ കിട്ടി അല്ലേ. ഏകദേശം 300 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്സാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ
നമുക്ക് 1 അവറിലേക്ക് വരികയാണെങ്കിൽ 1 അവറിൽ പ്രൈസ് ബുള്ളിഷിലേക്ക് നമുക്ക് ബ്രേക്ക് ചെയ്തായിരുന്നു. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി മുമ്പ് വരച്ചതാണ്, പോയതാണ്. എനിക്ക് ട്രേഡിംഗ് വ്യൂവിന് നല്ല പ്രോബ്ലംസ് ഉണ്ട്. ട്രേഡിംഗ് വ്യൂവിൻ്റെ വരക്കുന്ന ചാർട്ടുകളൊന്നും കാണുന്നില്ല. ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയത് കൊണ്ടാണ് ഞാനിവിടെ ഐഡിയം വരച്ചതും അതേപോലെ തന്നെ ഡിസിഷൻ ഓബിയൊക്കെ വരച്ചത്. അപ്പോൾ നമുക്ക് ഇനി വരുന്നത് ഈ ഒരു ഡിസിഷൻ ഓബി പ്രൈസ് ഫെയിൽ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഇനി താഴേക്ക് വരുന്നുണ്ട്. താഴേക്ക് വന്ന് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, 50 മിനിറ്റിലാണെങ്കിലും പലവട്ടം ചേഞ്ച് ഓഫ് ക്യാരക്ടറും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരാനുള്ള സാധ്യത ഈ ഒരു മാസം വളരെ കൂടുതലാണ്. നോക്കിയേ, ഇവിടെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു, തിരിച്ച് വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു, വീണ്ടും തിരിച്ച് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. ഇങ്ങനെ ഒരുപാട് ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാര്യങ്ങളെല്ലാം തരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഐഡിയം ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ഓബി എന്ന് കറക്റ്റ് ആ ഒരു പൊസിഷൻ. നിങ്ങൾക്ക് ആദ്യത്തെ ഫസ്റ്റ് എൻട്രി നിങ്ങൾക്ക് കിട്ടിയില്ല, നെക്സ്റ്റ് എൻട്രി നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാമായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചോക്ക് വിത്ത് ഐഡിയം, ഇവിടെ ഐഡിയം ഇല്ല. പക്ഷേ നമുക്ക് നമ്മുടെ എക്സ്റ്റേണൽ സ്ട്രക്ചർ ചോക്ക് ഉണ്ട്, എക്സ്ട്രീം ഓബി ഉണ്ട്. ഐഡിയം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഓക്കെ, നല്ലൊരു സിംഗിൾ ക്യാൻഡിൽ നിന്നാണ് 50 മിനിറ്റിന് സിംഗിൾ ക്യാൻഡിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തത്. ഇതാണ് പല ആൾക്കാരും എടുത്തത് കേട്ടോ. ഇതെടുത്തിട്ട് എവിടം വരെ ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 അവറിൻ്റെ ഐഡിയം വരെ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യും. 1 അവറിൻ്റെ ഐഡിയം എന്തായാലും പ്രൈസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. 1 അവറിൻ്റെ ഐഡിയം എടുത്തു കേട്ടോ. പിന്നെ പ്രൈസ് നല്ല രീതിയിൽ ഇവിടെ വന്നായിരുന്നു. ഇവിടെ നിന്ന് പ്രൈസ് 50 മിനിറ്റിൻ്റെ ഓബിയിൽ നിന്ന് പ്രൈസ് വീണ്ടും ചെറിയൊരു പുൾ ബാക്ക് എടുത്തു. ചെറിയ പുൾ ബാക്ക് ആണെങ്കിൽ ഇതൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ്സ് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നത്. അതായത് ഇവിടെ നിന്ന് പ്രൈസ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ഹൈ വരെ 50 മിനിറ്റിൻ്റെ ഐഡിയം വരെ എടുക്കാം. 50 മിനിറ്റിൻ്റെ ഐഡിയം എടുത്തിട്ട് നോക്കിയാൽ വീണ്ടും ഒരു IFC ക്യാൻഡിൽ. ഞാൻ 50 മിനിറ്റിൻ്റെ സ്ട്രക്ചർ ഇത്രയും ബെറ്റർ ആയിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രോഫിറ്റിലല്ല പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രോഫിറ്റ് പോകാം. അവിടെ 1:2, 1:3 RR ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, ചിലപ്പോൾ 1:1 വരെ കിട്ടും. പക്ഷേ നിങ്ങൾ 1:2 നിങ്ങൾ അങ്ങനെ റിസ്ക് റിവാർഡൊക്കെ നോക്കാതെ നിങ്ങൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി പ്രോഫിറ്റിൽ നിങ്ങൾ വരുന്നതാണ് ഓട്ടോമാറ്റിക്കലി, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നേരെ വീണ്ടും പ്രൈസിങ് ഈ രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പ്രൈസ് ബിയർഷിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും പ്രൈസ് നിങ്ങൾക്ക് 50 മിനിറ്റിൻ്റെ സെക്ഷൻ്റെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതി യൂസ് ചെയ്യുക. ബൈയിലേക്ക് വീണ്ടും പ്രൈസ് മൂവ് ചെയ്യുക. ഇപ്പം ഇനി നെക്സ്റ്റ് മൺഡേ പ്രൈസ് നല്ലൊരു താഴേക്ക് പോയതിന് ശേഷം പ്രൈസ് വീണ്ടും കയറി വരും. ഇവിടേക്ക് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് ബൈ ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ഒരു ലോയൊന്നും വലിയ കാര്യമായിട്ട് റിയാക്ട് ചെയ്യുക. പക്ഷേ ഡിസംബർ ആയതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ റിയാക്ട് ചെയ്ത് വീണ്ടും ഇങ്ങനെ എന്നിട്ട് ഇതിലേക്ക് വരാം. അപ്പോൾ ഇതൊക്കെ ലോങ് ടൈം ബൈ തന്നെ നോക്കാം. ഈ ഹൈ ഒക്കെ ചിലപ്പോൾ ജാനുവരി ഫെബ്രുവരിയോടെ ഇവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ, ഡിസംബർ ലാസ്റ്റ് ആണെങ്കിൽ ജാനുവരി ഫെബ്രുവരിയോടെ ചിലപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മേളിലേക്ക് വീണ്ടും പോകാം. പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്, അത് ഓർക്കുക. 2 സൈഡിലേക്ക് നമുക്ക് എൻട്രി കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ് ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് നോക്കാം. നമ്മളുടെ ബ്രിട്ടീഷ് പൗണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞത് സ്ട്രോങ് പൊസിഷനാണ്. ആ റിയാക്ഷൻ തന്നെയാണ് ഈ പോകുന്നത്. ഈ മാസമാണെങ്കിൽ കഴിഞ്ഞ മാസത്തിൻ്റെ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ തന്നെയാണ് മന്തിൽ നിൽക്കുന്നത്. വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ഇത് വന്നു. ഈ ഒരു OB ഒരു സ്ട്രോങ് OB ആണ്. ഇവിടുന്ന് പ്രൈസ് റിയാക്ട് ചെയ്തു തിരിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ടാണ് പ്രൈസ് വരുന്നത്. വീണ്ടും പ്രൈസ് കയറാം, നമുക്ക് നോക്കാം. ഡേയിലേക്ക് വരികയാണെങ്കിൽ തിരിച്ച് കയറണമെങ്കിൽ പ്രൈസ് നമുക്കിത് ചോക്ക് നോക്കുമ്പോൾ ഐഡിയം ഉണ്ട്. പ്രൈസ് ഐഡിയം ഈ പൊസിഷനിൽ നിന്ന് തന്നെ പ്രൈസ് കയറി. ഈ പൊസിഷനിൽ നിന്ന് തന്നെ പ്രൈസ് കയറുകയാണെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് തിരിച്ച് അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കയറാം, ചിലപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ റേഞ്ച് ആയിട്ട് നിൽക്കാം. ഉറപ്പായിട്ട് ഇത് തിരിച്ച് ഈ രീതിയിൽ തന്നെ തിരിച്ച് കയറാനുള്ളൊരു പൊസിഷൻ ഉണ്ട്, റിയാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൺഡേക്ക് ഇവിടെ നിന്നൊരു ബൈ കിട്ടുകയാണെങ്കിൽ ഗുഡ്. നമുക്ക് 4 അവറിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു 4 അവറിൻ്റെ പൊസിഷൻസൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ഫ്രൈഡേ കഴിഞ്ഞു, പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്തു അല്ലേ. ഡ്രോപ്പ് ചെയ്തു പ്രൈസ് അവിടെ നിന്ന് വീണ്ടും കയറി 50 മിനിറ്റിൻ്റെ 4 അവറിൻ്റെ ഐഡിയം എടുത്തു അല്ലേ. ഈ ഗ്യാപ്പൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് സെല്ലെടുത്തായിരുന്നു, പലർക്കും പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് കൂട്ടും. നല്ല കാര്യമാണ്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് 1 അവറിൽ ഇപ്പോൾ 4 അവറിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെയാണെങ്കിൽ സെല്ല് നോക്കാം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് സെല്ല് നോക്കാം. 1 അവറിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഒരു ബുള്ളി സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്. എക്സ്ട്രീമിൽ വന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. ബുള്ളി സ്ട്രക്ചറിലായിരുന്നു എന്ന് വെച്ചത്, ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്ന് നിൽക്കുകയാണ്. എന്നാലും പ്രൈസ് തിരിച്ച് കയറുമ്പോൾ വീണ്ടും തിരിച്ച് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരാം. 50 മിനിറ്റിലാണെങ്കിലും കണ്ടോ, 50 മിനിറ്റിലൊക്കെ നല്ല എൻട്രീസുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ലാസ്റ്റ് എൻട്രീസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 അവർ 50 മിനിറ്റിൻ്റെ ഐഡിയം എടുത്തു, വീണ്ടും ആ ഹൈ അങ്ങനെ തന്നെ നിന്നു. ആ ഫ്രൈഡേ ആണത് എടുത്തത്. അപ്പോൾ
നേരെ അവിടെ നിന്നാണ് പ്രൈസ് ആ ഫ്രൈഡേ മൂവ് ചെയ്തത്. അതിനുശേഷം ഫ്രൈഡേ തന്നെ പ്രൈസ് ആ ഒരു ഹൈയും കൂടി ഒന്നും കൂടി എടുത്തിട്ടാണ് പോന്നേക്കണെന്ന് തോന്നുന്നത്. അതേപോലെ ഇവിടെ പ്രൈസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഐഡിയം എടുത്ത് അപ്പം തന്നെ പോയി. അപ്പോൾ ഈ ട്രേഡ് വളരെ ചെറുതായി കിട്ടിയില്ല, ഓക്കെ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നിങ്ങളൊരു OB വരക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു OB ഫെയിൽ ആകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ബോഡി ബ്രേക്കാണ്. പക്ഷേ ഈ ബോഡി ബ്രേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സാധ്യതയുണ്ട്. ഈ ഒരു ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ഹൈ അല്ലേ, ഈ ഹൈ എന്ന് പറഞ്ഞാൽ മേജർ ഹൈ. ആ ഹൈ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ ഹൈ ആയിരുന്നു. നമുക്ക് തിരിച്ചിവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്, സോറി. അപ്പോൾ അവിടെ നിന്നാണ് പ്രൈസ് ഇറങ്ങിപ്പോയത്. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ സെക്ഷൻ്റെയോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തിട്ടായിരിക്കും പ്രൈസ് ഇറങ്ങി. ഇപ്പോൾ ആ ഫ്രൈഡേ തന്നെയാണ് സംഭവിച്ചേക്കണേ. ഏതെങ്കിലും സെക്ഷൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ടായിരിക്കും പ്രൈസ് ഇറങ്ങിയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സൈഡിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെയും വീണ്ടും നോക്കി അടുത്ത സെക്ഷൻ്റെ ലോ എടുത്തിട്ടായിരിക്കും പ്രൈസ് റിയാക്ട്. രണ്ട് പൊസിഷനിലേക്ക് നോക്കുക. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഡേയുടെ ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് വീണ്ടും നല്ലൊരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് ചിലപ്പോൾ ഒന്നും കൂടി ഇറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ ഗുഡ് എടുത്തിട്ട് ബൈ എടുക്കാവുന്നതാണ്. കുറച്ച് ഹോൾഡ് ചെയ്യാവുന്നതാണ്. മിക്കവാറും ഈ ഹൈ വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. നമുക്ക് മന്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ബിയറിഷ് സെറ്റപ്പിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ഇതും ഒരു റേഞ്ചിൽ തന്നെയാണ് കുറച്ച് നാളായിട്ട്. ഈ ഒരു ഇവിടം മുതൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു വീക്കിൽ ഇവിടെ നിന്ന് ബൈ എടുക്കാമെന്ന് അല്ലേ. പക്ഷേ നമുക്ക് ആദ്യം വീക്കിൽ വന്നൊരു റിയാക്ഷൻ വന്നു, പിന്നെയും ചെറുതായിട്ടൊന്ന് റിയാക്ട് ചെയ്യുന്നത്. ഞാൻ പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഈ വീക്കിൻ്റെ വീക്ക് ബ്രേക്ക് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. വീക്ക് ബ്രേക്ക് നടന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡേയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇതൊരു IFC ക്യാൻഡിലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ട്രാപ്പ് IFC ക്യാൻഡിലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ലോയും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ബൈ ചെയ്യാം. 4 hourലേക്ക് വന്നു കഴിഞ്ഞാൽ 4 hour നമുക്ക് നമ്മളുടെ ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, നമുക്ക് എക്സ്ട്രീം OB ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണെങ്കിൽ നമുക്ക് വീണ്ടും സെല്ല് നോക്കാം. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ 4 hourൽ പ്രൈസ് നമുക്ക് ഐഡിയം ചോക്കായിട്ടും, നമുക്ക് ആ വീക്കിൻ്റെ എൻട്രി ആയിട്ട് പറയണം, ചോക്കായിട്ടും ഇവിടെ നോക്കുമ്പോൾ ഐഡിയം ഇല്ല അല്ലേ, ഐഡിയം ഇല്ല. അപ്പോൾ ഐഡിയം ഇല്ല. നമുക്ക് ആ ലോ ആദ്യം ബ്രേക്ക് ചെയ്ത ചോക്കാണെങ്കിൽ ഇത് വിത്തൗട്ട് ഐഡിയമിൽ പ്രൈസ് കയറിപ്പോൾ അല്ല, ആ ലോയല്ല ഇതെടുത്തിട്ടുള്ളതെങ്കിൽ വീണ്ടും ഈ ലോയോ എടുത്തിട്ട് നിങ്ങൾക്ക് വിത്തൗട്ട് ഐഡിയമിൽ നിങ്ങൾക്ക് എൻട്രി ആക്കാം. 1 hourലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 hour നല്ല ചോക്ക് ഒരു ഫ്ലിപ്പ് വിത്ത് ഐഡിയ ഒക്കെ ഉണ്ട് അല്ലേ, പ്രൈസ് എക്സ്ട്രീമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ബൈ, ഈ ലോയും കൂടി എടുത്തിട്ട് ഈ ഒരു OBയിൽ, അതായത് ഈ ഒരു OBയിൽ 1 hour വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ബൈ നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കി അത് മൂവ് ചെയ്യണമെങ്കിൽ ലോങ് ടൈം തന്നെ നോക്കാവുന്നതാണ് കേട്ടോ എൻട്രി. നമുക്ക് USDയിലേക്ക് വരാം. പക്ഷേ നിങ്ങൾ ലോങ് ടൈം ആണെങ്കിൽ ഞാൻ ഉള്ള കാര്യം പറയുകയാണ്, നമ്മുടെ ഡിസംബർ ആയതുകൊണ്ട് തന്നെ പ്രൈസ് ബുള്ളിഷിലേക്കൊക്കെ മൂവ് ചെയ്യുന്നത് ഇച്ചിരി വളരെ കുറവ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം ട്രേഡ് നിങ്ങളതിൽ നോക്കാനായിട്ട്. നമ്മുടെ മന്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാത്തിലെയും പോലെ തന്നെ പ്രൈസ് ഒരു ബിയറിഷ് സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്തിൻ്റെ സെറ്റപ്പിൽ വെച്ച്, ഈ സ്ട്രക്ചർ വെച്ച് ഈ ഹൈക്ക് ഇവിടെ ഐഡിയ ഉണ്ട്. എന്നാൽ പോലും ഈ ഒരു OB വലിയ സ്ട്രോങ് ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഒരു പ്രീവിയസ് ഹൈ പോലും ഇത് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് വന്ന് റിയാക്ട് ചെയ്താലും ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ് USD. അപ്പോൾ വീണ്ടും പ്രൈസ് ബിയറിഷിലേക്ക് തന്നെ പോകാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച 4 ആഴ്ചയായിട്ട് പ്രൈസ് ഒരു റേഞ്ചിലാണെന്ന് വെച്ചാൽ ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്, ബിയറിഷ് ക്യാൻഡിൽ തന്നെ. പക്ഷേ പ്രീവിയസ് വീക്കിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ നമുക്ക് അവിടെ കാണുന്നുണ്ട്. ഡേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുതിയ ബ്രേക്ക് പ്രഷർ ഉണ്ടാക്കുക ഉറപ്പുള്ള കാര്യം തന്നെ. പുതിയ ബ്രേക്ക് പ്രഷർ പ്രൈസ് തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡേയുടെ OBയിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് തിരിച്ച് നിങ്ങൾക്ക് വീണ്ടും സെല്ല് നോക്കാവുന്നതാണ്. 4 hourലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു OB ഇവിടെ വീക്ക് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്. പ്രൈസ് ഈ ഒരു ഹൈ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് എനിക്ക് തോന്നുന്നു ബിയറിഷിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത തന്നെയാണ് USDയിൽ കൂടുതൽ കാണുന്നത്. എന്നാൽ റേഞ്ച് തന്നെയായിരിക്കും. എന്നാൽ ചില സമയത്ത് ബിയറിഷിലേക്ക് പ്രൈസ് ഇതേപോലെ നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ആ റേഞ്ചാണ് വീണ്ടും ലോ ബ്രേക്കിന് നിങ്ങൾക്കൊരു സെല്ല് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ എടുക്കാവുന്നതാണ്. ഓൾറെഡി നമ്മുടെ ഒരു ലോങ് ടൈം സെല്ലിലായിരുന്നു അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ട്രേഡും കാര്യങ്ങളും ചെയ്യുക. പല ആൾക്കാരും മാർക്കറ്റിൽ തെറ്റായ രീതിയിൽ പറയുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങളും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നത് പോലെ നിങ്ങൾ പല ആൾക്കാരുടെയും വീഡിയോ കാണാം. അപ്പോൾ അവരുടെ അതിൽ ചിലപ്പോൾ ഡിസംബറിൽ വർക്ക് ചെയ്യില്ലായിരിക്കും. പക്ഷെ ഞാൻ ഓൾറെഡി
നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ് പറയുന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നേരത്തെ എടുത്ത ട്രേഡിനെയൊക്കെ കണ്ടതുപോലെ തന്നെ ആ രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമെന്ന്, ആ രീതിയിൽ മൂവ്മെൻറ്റ്സ് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കുക. നിങ്ങൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രേഡിന് അതേ മൂവ്മെൻറ്റ്സ് ഉണ്ടായില്ല. അപ്പോൾ കറക്റ്റായിട്ട് അതൊക്കെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നല്ല ട്രേഡ്സ് കിട്ടുന്ന മാസം തന്നെയാണ്. ഒരു മാസം നമുക്ക് ട്രേഡിൽ നിന്ന് മാറി നിൽക്കാമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇമോഷണലി വീക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു വീക്കാണ്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കും. അല്ലാതെ ഈ മാസം കൊള്ളില്ല, അടുത്ത മാസം കൊള്ളില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ മാറുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്നറിയാം. നിങ്ങൾ അടുത്ത മാസം വരുമ്പോൾ ചിലപ്പോൾ നല്ല ട്രേഡ്സ് ഉണ്ടാകാത്ത അവസ്ഥ വരാം. അപ്പോൾ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ആകെ ഇടങ്ങാറാവും. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് വർക്കിംഗ് ആവും, നിങ്ങൾ ഇമോഷണൽ ട്രേഡർ ആവും, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസംബർ മാസം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.